മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാറ്റ്ലിയൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാറ്റ്ലിയ തന്നെ ബിഗ് പോട്ടിൽ വന്നിട്ടുള്ളൊരു പ്ലാന്റാണിത്. വൈറ്റ് ഫ്ലവറായിട്ട് നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. ബിഗ് പോട്ട് എന്ന് പറയുമ്പോൾ തന്നെ വലുതാണ്, പക്ഷേ വലിയ പ്ലാന്റ്, നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല പ്ലാന്റുകൾ. ഫ്ലവറും നല്ല ഭംഗിയുള്ള ഫ്ലവറാണല്ലേ. വൈറ്റ് നല്ല ഭംഗിയുള്ള ഫ്ലവർ. രണ്ട് ടൈപ്പാണ് നമ്മളെ ബിഗ് ആയിട്ട് വന്നിട്ടുള്ളത്. കോമ്പറിംഗ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണിത്. ഈ പ്ലാന്റ് ചില ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും, കസ്റ്റമറിനൊക്കെ. നമ്മൾ മിസ്രാൻ്റെ പ്ലാന്റ് കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണിത് പ്ലാന്റ്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് അവളെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിരുന്നു, ഒരുപാട് സെയിലായി. ഇനി കുറച്ചും കൂടി ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് അവളെ കള്ളം കൊണ്ടുപോയി പറഞ്ഞ വെറൈറ്റി ആ പ്ലാന്റ്. ഇതായിരുന്നു എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അവൾ കൊണ്ടുപോകും ചെയ്തിരുന്നത് ഫസ്റ്റിൽ തന്നെ. പിന്നെ എനിക്കും കിട്ടിയിട്ടില്ല, എൻ്റെ അടുത്ത് ഒറ്റ പ്ലാന്റുള്ളൂ ഉണ്ടായിരുന്നത്. അത് ഞാൻ അവൾക്ക് കൊടുത്തതായിരുന്നു. ഇപ്പോൾ പുതിയത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, അവൾക്കും ഭയങ്കര സന്തോഷം. അവൾ വന്ന് കൊണ്ടുപോയി ഇങ്ങനത്തെ പ്ലാന്റ്. നല്ല പ്ലാന്റാണ് കേട്ടോ, വലിയ കടകളൊക്കെ ഉള്ള വലിയ പ്ലാന്റ്, നല്ല ഗ്രോത്തുള്ള നല്ല പ്ലാന്റുകളാണ്. ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം അങ്ങനെ വലിയ പ്ലാന്റുകളായിട്ടാണ് വന്നിട്ടുള്ളത്. കാറ്റ്ലിയൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി കാറ്റ്ലികളാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. കാറ്റ്ലിയൊക്കെ കിട്ടിയാലേ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആരും ഇതാക്കരുത്. ഇതുപോലെ തന്നെ നന്നാക്കി ബുഷിയാക്കി വളർത്തണം. അപ്പോഴാണ് കാറ്റ്ലിയ ഫ്ലവറൊക്കെ പെട്ടെന്ന് ആവുക. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും താമസം വരും. പോട്ടൊക്കെ നിറഞ്ഞു വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് പൂക്കളും വരും, എപ്പോഴും പൂക്കളും വരും. കണ്ടില്ലേ, ഇത് നല്ല ഒരുപാട് വെറൈറ്റികൾ, നല്ല കാണാത്ത വെറൈറ്റികളാണ് കാറ്റ്ലിയ എല്ലാ പ്ലാന്റുകളും. സിംബീഡിയം തന്നെ പുതിയ പ്ലാന്റ്, പുതിയ വെറൈറ്റി ആയിട്ട് വന്നതാണ്. സിംബീഡിയം നല്ല ഭംഗിയുണ്ട്, സിംബീഡിയത്തിൻ്റെ ഫ്ലവറും കാണാൻ. ഇത് അമേസിങ് തായ്ലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റാണ്. ഇതും വലിയ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറുമാണ്. ഫ്ലവർ പിക്ക് ചെയ്യാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. ഇപ്പോൾ ഏത് പ്ലാന്റാണ് വേണ്ടത് വെച്ചാൽ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ മതി. പ്ലാന്റ്, ഒറിജിനൽ പ്ലാന്റും അതിൻ്റെ പ്രൈസും ഫ്ലവർ പിക്കൊക്കെ പറഞ്ഞു തരാം. പിന്നെ ഇത് നൊബീലിയിൽ വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ലീഫൊക്കെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും, അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. ഇനി കാറ്റ്ലിയ വളർത്തുന്ന ആൾക്കാരോട് പറയാണ്, കാറ്റ്ലിയ ഫലനോപ്സിയൊക്കെ പോലെ തന്നെ അധികം വെയിലൊന്നും തട്ടണ്ട, ഒരു തണുപ്പില്ല കാലാവസ്ഥയൊക്കെ തന്നെ വേണ്ടത്. പിന്നെ ഏതിനും ഷെയ്ഡ് വെയിൽ കിട്ടണം. കാറ്റ്ലിയൻ്റെ കെയറിങ്ങും അങ്ങനെ തന്നെയാണ്. ഭയങ്കര വെയിലും തട്ടണ്ട, അത്യാവശ്യം വെയിൽ വേണം, അത്രേ ഉള്ളൂ. ഫലനോപ്സിസൊക്കെ ഇപ്പം എങ്ങനെ വളർത്തണം അതുപോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ വളർച്ചയും. പോട്ടിങ്ങും അതുപോലെ തന്നെയാണ്. പോട്ടിങ്ങിന് പിന്നെ ഓർക്കിഡിന് ഒന്നിനും മാറ്റില്ല. എല്ലാ പോട്ടിങ്ങും, എല്ലാ ഓർക്കിഡിൻ്റെ പോട്ടിങ്ങും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇത് ഡോൺ മേരിയിൽ വന്നിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ്. ഒന്ന് ഫ്രോസ്റ്റിഡോണും വന്നിട്ടുണ്ട്, ഒന്ന് റുങ്കാമോളും വന്നിട്ടുണ്ട്. റുങ്കാമോളിൻ്റെ വലിയ പോട്ടാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് ഫ്രോസ്റ്റിഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. ഇത് പിന്നെ വേറൊരു വെറൈറ്റിയാണ്, ഡെൻഡ്രോബിയത്തിൽ തന്നെ ഉള്ളൊരു വെറൈറ്റിയാണ്, ബുള്ളേനിയം എന്ന് പറഞ്ഞിട്ട്. ഓറഞ്ച് കളറ് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കണ ഒരു പ്ലാന്റ്. ഇത് സെക്കുണ്ടം പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതും ഒരു വെറൈറ്റിയാണ്, ഡെൻഡ്രോബിയത്തിൽ തന്നെ ഉള്ള ഒരു വെറൈറ്റി പ്ലാന്റുകളാണ്. വൺസീഡിയം വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി. ഫ്ലവർ പിക്കും പ്ലാന്റ് പ്രൈസും പറഞ്ഞുതരാം. ഓക്കേ.